അപ്പോൾ ആ അടിയൊക്കെ കിട്ടി. അമ്മ നെല്ല് കുത്തി വന്ന അരിയൊക്കെ എടുത്ത് തലയിൽ വെച്ച് കുഞ്ചരക്കാട്ട് പാറയൊക്കെ കടന്ന് അക്കരെ പോവുകയും തിരിച്ചു വരികയും ഞങ്ങളെന്നും വൈകുന്നേരം ചെയ്യുന്നത് പോലെ തന്നെ ആഘോഷമായി ചോറൊക്കെ ഉണ്ടാക്കി, അന്ന് കഞ്ഞിയായിരുന്നില്ല, ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ച് തിണ്ണയിലിരുന്നാണ് ഞങ്ങളൊക്കെ കഴിക്കുക. ടേബിളും ചെയറും ഒന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല, കരണ്ടുമില്ല. തിണ്ണയിൽ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അമ്മയും ഞങ്ങളും കൂടി ഇരുന്ന് കളിച്ച്. സൈഡ് മുറ്റത്തിന് ചുവട് വീതിയുണ്ട്, മുൻമുറ്റം അല്പം മെലിഞ്ഞതാണ്. അപ്പോൾ അവിടെ ഇച്ചിരി ഓടിക്കളിച്ച് അമ്മ പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഇടയ്ക്ക് ലൈനൊക്കെ തെറ്റിക്കും. അപ്പോൾ അമ്മയ്ക്കിട്ടൊരു ഗോളൊക്കെ അടിച്ച് അത് നല്ല വൈകുന്നേരങ്ങളായിരുന്നു. ആ വൈകുന്നേരങ്ങളിലെ ഞങ്ങളുടെ ഉല്ലാസം അനാഥാലയത്തിലെ പോലെ ആയിരുന്നില്ല. ഓരോരുത്തരും പള്ളിക്കൂടത്തിൽ പോയിട്ട്, അമ്മ പണിക്ക് പോയിട്ട് അവരന്ന് കടന്നുപോയ കാര്യങ്ങളിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നൊരു രീതി വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കൊയ്ത്തുമെതി കാലത്തൊക്കെ കൊയ്യാനൊക്കെ പോവും. അപ്പോൾ അമ്മയും ജെസ്സിയുമാണ് കൊയ്യുന്നത്. ലാലി കറ്റ കെട്ടി വരമ്പിൽ വെക്കും, ബിന്ദു ഒരു കറ്റയാണ് ചുമക്കുന്നത്. ഇപ്പോൾ ചാക്കോൻ ചേട്ടൻ്റെ വീട്ടിലെ കൊയ്ത്ത് ആ ദിവസങ്ങളിലാണ് വന്നത്. ആ നാട്ടിലെ പൂങ്കുടിക്കാർ കഴിഞ്ഞാലുള്ള സമ്പന്നരിൽ ഒരാളാണ് അവർ. ഞങ്ങളുടെ സമുദായത്തിലെ അത്രയും ഉയർന്ന ലെവലിലുള്ള ബ്ലഡ് പ്യൂരിറ്റി ഒന്നും ഇല്ലാത്തവരെങ്കിലും അവർ സമ്പന്നരായിരുന്നു. ഈ അമ്മ കൊയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ മാക്സിമം കൊയ്യാൻ ജെസ്സിയും കൂടെ കൂടും. അതിനനുസരിച്ചാണല്ലോ പതമ്പ് കിട്ടുക. ഞാൻ ഒരു 3 അല്ലെങ്കിൽ 4 കറ്റ ഒന്നിച്ച് എടുത്തെൻ്റെ തലയിൽ കെട്ടിവെച്ച് തന്നാണ് ഞാൻ കൊണ്ടുപോയി അടുക്കി വെക്കുന്നത്. കറ്റയൊക്കെ എടുക്കുന്നതിന് തന്നെ അന്നൊരു കലാബോധം ഉണ്ടാവണം. അത് അടുക്കുന്ന രീതികളൊക്കെ ഉണ്ട്. 2 തരത്തിലാണ്. വട്ടം അടക്കുന്നുണ്ട്, നീളമുണ്ട്, പിന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് പോലും അടുക്കാമായിരുന്നു. അപ്പോൾ ഈ കറ്റയെടുക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അമ്മ വീണ്ടും നെല്ല് കുത്തിക്കാൻ പോവുക. ഇത് കഴിഞ്ഞ് ചവറ് പുഴുങ്ങുകൊണ്ട് അതിന് വേറെ കൂലി കിട്ടുന്നല്ലേ, അപ്പോൾ എക്സ്ട്രാ വരുമാനമാണ്. അപ്പോൾ അമ്മ പോയി, ജെസ്സിയും ലാലിയും വീട്ടിലേക്ക് പോയി. ഞാൻ കുറച്ച് നേരം ബിന്ദുവും മറ്റു പിള്ളേരും ഒക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നു. കൊയ്ത്ത് പിറ്റേന്ന. അപ്പോൾ ഈ അടയ്ക്കാൻ പൊളിക്കാൻ ഞങ്ങൾ പോകുമ്പോൾ ഏതാണ്ട് 30 പൈസയോ 40 പൈസയോ ഒക്കെ കിട്ടും ഒരു തിലാന് എന്ന് പറഞ്ഞാൽ 10 കിലോ പൊളിക്കുന്നതിന്. അപ്പം ഞങ്ങൾ ഇത്രയും അംഗബലം ഉള്ളത് കൊണ്ട് ഞങ്ങളായിരുന്നു എപ്പോഴും സ്വർണ്ണ മെഡൽ നേടിയിരുന്നത്. കൂടുതൽ വരുമാനം കിട്ടും. അപ്പോൾ ഈ ചാക്കോൻ ചേട്ടൻ്റെ വീട്ടിൽ കുറേ വീടുകളിൽ നിന്ന് ആളുകൾ വരും. അവർക്ക് ഒത്തിരി പറമ്പുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ അടയ്ക്കാവൊക്കെ പൊളിച്ച് സെറ്റായി വൈകുന്നേരം അമ്മ നെല്ല് കുത്തിക്കാൻ പോകുന്നു. ജെസ്സിയും ലാലിയും ഒപ്പം പോകുന്നു. അവർ വീട്ടിലേക്ക് പോകുന്നു. അമ്മ കമ്പള്ളി കണ്ടത്തിന് നെല്ല് കുത്തിക്കാൻ പോകുന്നു. ബിന്ദുവും ഞാനും കുറച്ച് നേരം അവിടെ കളിച്ച് നിന്നിട്ട് ഞാൻ പിന്നെ വീട്ടിലേക്ക് പോയി. കുറേ നേരം കഴിഞ്ഞപ്പോൾ ബിന്ദു വന്നപ്പോൾ അവളുടെ കയ്യിലൊരു തേങ്ങ ഉണ്ടായിരുന്നു. ചെറുതാണ്. അതിൻ്റെ ഈ മൂക്ക് ഭാഗം അല്പം കറുപ്പ് നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. അമ്മ നെല്ലൊക്കെ കുത്തിച്ച് കൊണ്ടുപോയി ഇട്ടേച്ച് വന്നിട്ട് ഒരു വാക്കത്തി എടുത്തിത് വെട്ടി കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ ചീഞ്ഞതും കെട്ട മണവുമായിരുന്നു. അപ്പോൾ വീടിൻ്റെ വലതുവശത്ത് കിഴക്ക് ഭാഗത്ത് വർക്കിച്ചേട്ടൻ്റെ പറമ്പിൻ്റെ അതിര് കിട്ടി പിന്നെയുള്ള ഒരു പാറയും ആ പ്രദേശം എല്ലാം കൂടുന്ന ഒരു വലിയ ഈറ്റക്കാടാണ്. അപ്പം അമ്മ ഈ സാധനം എടുത്ത് ചുരൊറ്റ അങ്ങോട്ട് വെച്ച് കൊടുത്തു. അതിൻ്റെ പരിപാടി കഴിഞ്ഞു. പിറ്റേ ദിവസം കൊയ്ത്തായിരുന്നു ഈ ചാക്കോൻ ചേട്ടൻ്റെ വീട്ടിൽ തന്നെ. അപ്പോൾ അവരുടെ വീട്ടിൽ കൊയ്ത്തിന് പോകുമ്പോൾ ഈ 10 മണിയൊക്കെ കഴിയുമ്പോഴാണ് കാപ്പി കൊണ്ടുവരിക. കപ്പയും എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള വീടുകളിലൊക്കെയാണ് നമ്മൾ അവരുടെ വീട്ടിൽ കയറി ചെന്നാണ് കഴിക്കുന്നത്. ചാക്കോൻ ചേട്ടൻ്റെ വീട്ടിൽ ഇച്ചൂടെ ഒരു പ്ലാന്റ് ബിസിനസ് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈലി എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ തിയറീസൊക്കെ അവരുടേതായ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും ആളുകൾ. വീട്ടിൽ ചെന്നാൽ അത്രയും സമയം കൂടെ നഷ്ടപ്പെടും, തിരിച്ചു വരാനും സമയം വേണം. അതുകൊണ്ട് ചേട്ടത്തി ഭക്ഷണം ഉണ്ടാക്കി അവരുടെ ഒരു മകളെയും കൂട്ടി കണ്ടത്തിൽ വന്ന് ഞങ്ങൾക്ക് അവിടെ വെച്ച് വിളമ്പിത്തരും. അപ്പോൾ ഒരു കണ്ടത്തിൻ്റെ നടുക്ക് ഒരു ഉണ്ടപ്പാറയുണ്ട്. ആ ഉണ്ടപ്പാറയുടെ ചില സൈഡുകളിൽ കുഴിവുകളുണ്ട്. അപ്പോൾ ഈ ഇല അതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് കപ്പയും മുളക് പൊട്ടിച്ചതും അല്ലെങ്കിൽ കപ്പപ്പുഴുക്കും എന്തെങ്കിലും ചാറ് കാണും. അത് കഴിക്കാനും ഇങ്ങനെ പിടിച്ച് കഴിക്കുന്നതിനുള്ള അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്നില്ല. അപ്പോൾ ആ കുഴിവ് എന്ന് പറഞ്ഞാൽ കുഴി കുത്തിയേക്കുന്നല്ല, ഈ പാറയിലുള്ള ചെറിയ ഇതിലേക്ക് വെച്ച് കഴിക്കാം. അത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടത്തി പറയാണ്, മേരി
മേരിയുടെ ഇളയ മോളെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഒരു തേങ്ങ കട്ടുകൊണ്ടാണ് പോയത്. അന്നേരം അമ്മ പറഞ്ഞു, അയ്യോ അവൾ വഴിയിൽ നിന്ന് കിട്ടിയെന്നാണ്. വഴിയിൽ നിന്നൊക്കെ അവൾ എടുത്തേ, പക്ഷെ ഞങ്ങളുടെ പറമ്പിൻ്റെ മുകളിലത്തെ തെങ്ങേന്ന് വീണിട്ട് അത് ഉരുണ്ട് വഴി വന്ന് കിടന്ന എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് മക്കളെ വളർത്തുന്നത് വലിയ അഭിമാനബോധത്തിലായിരുന്നു. അമ്മ ആ കൊയ്ത്തരി വാള് തിരിച്ചിങ്ങ് പിടിച്ചിട്ട് ബിന്ദുവിൻ്റെ വലത് കൈ പിടിച്ച് ആ കല്ലിലേക്ക് വെച്ചിട്ട് ഒരൊറ്റയടിയാണ്. ഒറ്റയടിയിൽ ഈ വിരലിൻ്റെ അറ്റത്തു നിന്നെല്ലാം ചോര അങ്ങ് ചീറ്റി. ആ നഖം ഓൾറെഡി ഇളകി ഇപ്പോൾ പോകുമെന്നുള്ള രീതിയിലായി. അന്ന് പകൽ മുഴുവനും ആ ചോരോ കറ്റയും ചുമന്ന് കൈയുടെ ചോര ഒഴുകുന്ന കൈയുടെ വേദനയായിട്ട് വൈകുന്നേരം വരെ കറ്റ വന്നു. വൈകുന്നേരം രാത്രിയായി കഴിഞ്ഞ് ഈ കൊച്ചു കരച്ചിൽ നിർത്താതെ കാറുക. അവൾക്ക് അന്ന് തന്നെ 7 വയസ്സല്ലേ ഉള്ളൂ. അമ്മ ഇവളെ എടുത്ത് തോളത്തിട്ടുകൊണ്ട് ഈ മുറ്റത്ത് ആ ഓടിക്കളിക്കുന്ന ഭാഗത്തൂടെ ഈ കൊച്ചിനെ ഇട്ട് രാത്രി മുഴുവൻ പാട്ട് പാടി ഉറക്കാൻ നോക്കുക. കൊച്ചു നിർത്താതെ കരയുന്നുണ്ട്. ആ ഒപ്പം പാട്ടിൻ്റെ കൂട്ടത്തിൽ അമ്മയും കരയുന്നുണ്ട്. ഇടയ്ക്ക് ഈ കുഞ്ചിനും ഉമ്മയും ഞങ്ങളിങ്ങനെ തിണ്ണയുടെ ഈ സൈഡിൽ വന്നിങ്ങനെ ഇരിക്കും. അങ്ങനെ ഏകദേശം 2 ആഴ്ചക്കാലം കമ്പളികണ്ടത്തെ കമ്പൗണ്ടർ മാത്രമുള്ള ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് വയലറ്റ് നിറത്തിലുള്ള എനിക്കിന്നും പേരറിയാത്ത ഒരു മരുന്ന് മാത്രം മേടിച്ച് ആ കൊച്ചിൻ്റെ കയ്യിലൊഴിച്ച് ആ കൈനകം പറഞ്ഞു പോയി ഉണങ്ങുന്നത് വരെയും അമ്മ അവളെ തോളത്തിട്ടുണ്ട് നടന്നു. ഒരു തേങ്ങയോടുള്ള കൊതി കൊണ്ട് ഒരു കുഞ്ഞിനുണ്ടാകേണ്ടി വരുന്ന വേദന എത്ര ക്രൂരമായിരുന്നു. അമ്മ ചെയ്തത് എക്സസീവായിരുന്നു. അവർ ചെയ്തത് ശരിയാണെന്നോ എന്നും ഞാൻ ഒരിക്കലും അനലൈസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റത്തില്ല. ജാതി പറഞ്ഞും മതം പറഞ്ഞും ദൈവത്തെ പറഞ്ഞുമൊക്കെ ചർച്ചകൾക്കും അന്തിചർച്ചകൾക്കും കുശലവർത്താനങ്ങൾക്കുമൊക്കെ എരിവും പുളിയും ചേർക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, വിശക്കുന്നവരുടെയും വിശക്കാത്തവരുടെയും ആയിട്ടുള്ള 2 ജാതികൾ മാത്രമേ ഉള്ളൂ. അവളുടെ വിശപ്പും കൊതിയുമാണ് അവളെ ആ തേങ്ങ അടിപ്പിച്ചത്. ദരിദ്രനും അഭിമാനമുണ്ട് എന്നൊന്നുകൂടെ എടുത്തു പറയാനായിരുന്നിരിക്കണം മേരി അവളുടെ വിരലുകൾ തല്ലിയൊടിച്ചത്. അതൊക്കെ ഭയങ്കര ക്രൂരമായിപ്പോയി. അവർക്ക് മിണ്ടാതിരിക്കാമായിരുന്നു. അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല. അവരൊരു ശുദ്ധഗതിക്കാരിയായ സ്ത്രീയായിരുന്നു. അവരത് അങ്ങ് പറഞ്ഞു വിട്ടു. അതിൽ നമ്മൾ അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ചിലപ്പോൾ അതൊക്കെ നൽകുന്നൊരു പാഠം എന്ന് പറയുന്നത്, ചില സമയങ്ങളിൽ ഒരാൾ എടുത്തു കൊണ്ടുപോകുന്ന ബ്രെഡ് പോലും വിശന്നിട്ടാകാം എന്ന് ചിന്തിക്കാൻ PhD ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ആകാശപ്പറവയിൽ മിച്ചമുള്ള ഭക്ഷണം അല്ല ചീഞ്ഞു പോവുള്ളൂ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടുന്ന ഒരു കാലമാണ് നമ്മൾ. അപ്പം ആ കുഞ്ഞുങ്ങൾക്കും കൊതിയുണ്ടെന്നും അഭിമാനമുണ്ടെന്നും ഒക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ കഥകളെല്ലാം എഴുതിയത്. ജീവിച്ചതായതുകൊണ്ട് അതിന് അലങ്കാരമൊന്നുമില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഏറ്റവും വലിയ അലങ്കാരം എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. അത് ചിലപ്പോൾ ഒരാൾക്ക് അട്രാക്റ്റീവ് ആകണമെന്നില്ല. പിന്നങ്ങോട്ട് അച്ഛന്മാരൊക്കെ ഓരോ വർഷവും മാറി വന്നു. കോട്ടയത്തു നിന്ന് വന്നുകൊണ്ടിരുന്ന അച്ഛന്മാരെല്ലാം ഏറ്റവും ജൂനിയറായിട്ടുള്ള അച്ഛന്മാരാണ് അവിടെ വരിക. അപ്പോൾ അവർ 1 വർഷക്കാലം അവിടെ ഇരുന്നിട്ട് പോകും. അപ്പം ആര് വന്നാലും മേരി പിഴയായതുകൊണ്ട്, മേരിയുടെ മക്കൾക്ക് തന്തയില്ലാത്തതുകൊണ്ട് അവരാരും ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നില്ല. ഞായറാഴ്ച രാവിലെ പുളിക്കക്കണ്ടംകാരുടെ തോടൊന്നും ആരുടേതും അല്ലെന്നാണ് നമ്മൾ പറയുന്നത് നിയമപരമായിട്ട്. പക്ഷേ നമ്മൾ കുളിക്കുമ്പോഴും അവകാശം പറയുന്ന ആളുകളുണ്ടായിരുന്നു. അത് സാരമില്ല, അറിവില്ലായ്മയാണ്. ഞങ്ങളെ അവിടെ കുളിപ്പിച്ച്
ചകിരിയും ആ തോടിൻ്റെ തീരത്ത് ഇഞ്ചയൊക്കെ വളർന്ന് ഇഞ്ച ആ കല്ലിലൊക്കെ വെച്ച് ഇടിച്ച് ഒരച്ച് കുളിപ്പിച്ച് സോപ്പൊന്നും വരുന്നത് അലക്കാൻ ബാർ സോപ്പ് 501 വാങ്ങുന്നത്. അമ്മയ്ക്ക് പണ്ടുണ്ടായിരുന്ന ഒരു സാരിയാണ് അപ്പോഴും ഉണ്ടായിരുന്നത്, ഒരു റോസ് സാരി. അതിൽ ഡിസൈനൊന്നും ഉണ്ടായിരുന്നില്ല. ആ സാരി ഉടുത്ത് അമ്മ നല്ല നീളത്തിൽ മുടിയുണ്ട്, മുടിയൊക്കെ അഴിച്ചിട്ടാണ് അമ്മ പള്ളിയിൽ പോവുക. അപ്പം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ മുടിയൊക്കെ പടർത്തിയിട്ട് വലിയ സുന്ദരിയായി പോകുന്നതെന്ന്. അപ്പോൾ അമ്മ പറയും, എൻ്റെ രാജാവിനെ കാണാൻ ഞാൻ ഏറ്റവും സുന്ദരിയായാണ് പോകുന്നത്. രാജാവ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു രാജാവിൽ അവരെ തന്നെ അർപ്പിച്ചിരുന്നുകൊണ്ടായിരിക്കണം അവർക്ക് അവരുടെ തന്നെ ഉള്ള ശക്തിയുടെയും ബോധ്യങ്ങളുടെയും എനർജിയുടെയും ഒക്കെ മാക്സിമത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റിയത്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995442222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഈ ക്രിസ്മസ് അവധിക്കാലം കഴിഞ്ഞ് അമ്മ ഞങ്ങൾക്ക് സ്കൂളിൽ ചേർക്കണ്ടേ, പാറത്തോട് സ്കൂളിൽ LP സ്കൂളിൽ ചേർത്താലല്ലേ ആ വർഷം പൂർത്തിയാവുകയുള്ളൂ. അനാഥാലയത്തിൽ വന്ന് TCയിൽ എന്തൊക്കെ കുറവുണ്ട് എന്നുള്ളതും പ്രശ്നമാകും. അപ്പോൾ മുക്കിടത്തടുത്തുള്ള നിർമ്മല ഹോസ്പിറ്റലിൽ നിന്നും കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ കമ്പളിക്കണ്ടം ടൗൺ കഴിഞ്ഞ് മുക്കടത്തിന് പോകുന്ന വഴിക്ക് വലതുവശത്ത് ഒരു കുന്നും പുറത്ത് ഒരു വീടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയും മക്കളും ഒക്കെ പണിയാൻ പോകുന്നൊരു വീടായിരുന്നു ചമ്പക്കരയിലെ ടീച്ചറിൻ്റെയും സാറിൻ്റെയും വീട്. കാരണം ടീച്ചർ അമ്മയോടൊരു പ്രത്യേക സ്നേഹവും ഒരു പരിഗണനയും ഒരു ദയയും ഒക്കെ ഉള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പം ഞങ്ങളെയൊക്കെ അവർ പണിയാൻ വിളിക്കും. ആ ക്രിസ്മസ് അവധിക്കാലത്തുമൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. അവർക്ക് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ മുമ്പ് വാർത്ത് പുറകിലോട് വെച്ച ഒരു വീട്. അന്നേ കാലത്തെ സമ്പന്നർക്കാണ് അങ്ങനത്തെ ഫെസിലിറ്റി ഉള്ളൂ. അതിനോട് ചേർന്നവർക്കൊരു തൊഴുത്തുണ്ട്. അതിൻ്റെ പുറകിലേക്ക് ആ മൊട്ടക്കുന്ന് മുഴുവൻ തീർക്കുന്ന അവരുടെ തെങ്ങുംതോപ്പ്, കവുങ്ങ്, തൊട്ട് താഴെ കണ്ടം ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് തെള്ളിത്തോട് പള്ളിക്കലെത്തി അതിൻ്റെ സിമിത്തേരിയും കഴിഞ്ഞ് അതിൻ്റെ കുന്നിന് അപ്പുറത്തുള്ള ഒരു കുന്നും പുറത്ത് അവർക്ക് ഒരു റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ ആ റബ്ബർ വെട്ടുന്നതായിരുന്നു ഒന്നും അറിയത്തില്ല. എന്താണെങ്കിലും ഒത്തിരി റബ്ബറും അതിലോട് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ളൊക്കെ റബ്ബർ കമ്പുകൾ ഉണങ്ങി വീഴുന്നത് പെറുക്കിക്കൊണ്ടുവരിക, പറമ്പിലെ തെങ്ങും മടലൊക്കെ കൊണ്ടുവരിക, ചൂട്ട് വെട്ടി കെട്ടി വെക്കുക, വിറക് പെറുക്കി കൊണ്ടുവരിക. പിന്നെ വലിയ കട്ടിയില്ലാത്ത പണിയാണ് കാപ്പിക്കുരു പറിക്കുക. ഇതൊക്കെ ഞങ്ങൾ പിള്ളേർക്ക് തന്നിരുന്നു. അവിടെ പണിയാൻ പോകാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒന്ന്, ഞങ്ങളെ തന്തയില്ലാത്തവരായിട്ട് ടീച്ചർ കണ്ടിരുന്നില്ല. അങ്ങനെ ഒരു നോട്ടം കൊണ്ട് പോലും ആ സ്ത്രീ ഒരിക്കലും പെരുമാറിയിട്ടില്ല. അതുമാത്രമല്ല, ഞങ്ങളവിടെ ജോലിക്ക് പണിയാനായിട്ട് രാവിലെ ചെല്ലുമ്പം അമ്മയ്ക്ക് ചായ കൊടുത്തില്ലെങ്കിലും ഞങ്ങൾക്ക് 4 പേർക്കും ചായയും തരും, അവരുടെ വീട്ടിലുണ്ടാക്കിയ പലഹാരവും തരും. പുഴുവുള്ള ഗോതമ്പ് കഞ്ഞി കുടിച്ച് ശീലിച്ച് എനിക്ക് അതൊക്കെ ഭയങ്കര ലക്ഷറി ആയിരുന്നു എന്ന് മാത്രമല്ല, അത് നമുക്ക് തരുന്നൊരു ഹ്യൂമൻ ഡിഗ്നിറ്റി ഉണ്ട്. 10 മണിയാകുമ്പോഴേക്കും വേറെ ഭക്ഷണം കിട്ടും. ഉച്ചയ്ക്ക് നമുക്ക് അവർ ഭക്ഷണം തരുന്നത് ടീച്ചറിൻ്റെ അമ്മായിയമ്മ, അതായത് സാറിൻ്റെ അമ്മയാണെങ്കിൽ അടുക്കളയുടെ ഇപ്പുറത്തൊരു സൈഡിലിരുത്തിയ ഭക്ഷണം തരിക. ടീച്ചർ പക്ഷേ നമുക്ക് ഭക്ഷണം തരുന്നത് അവരിരുന്ന് കഴിക്കുന്ന അവരുടെ അടുക്കളയോട് ചേർന്ന്, അവർക്ക് അന്ന് ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ ഉള്ളവരാണ് അന്നേ കാലത്ത്. അതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ്. 2 പേരും അധ്യാപകരാണ്. അപ്പോൾ ടീച്ചർ അവരുടെ ടേബിളിൽ അവരുടെ മക്കളായ റൈബിയും ഡെർബിയും ജോവിഷും ഒക്കെ ഇരുന്ന് കഴിക്കുന്ന കൂട്ടത്തിലിരുത്തി ഭക്ഷണം തന്നിട്ടുള്ളതാണ് മാനവികതയുടെയും മനുഷ്യബന്ധങ്ങളുടെ സമൃദ്ധിയുടെയും ഒക്കെ വളരെ ചുരുങ്ങിയ ഉദാഹരണങ്ങളായിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അന്നമ്മ ടീച്ചറാണ് അമ്മയോട് പറഞ്ഞത്, കമ്പളികണ്ടത്ത് നിന്ന് മുക്കടത്തേക്ക് പോകുന്ന വഴിക്ക് നിർമ്മല ആശുപത്രിയുടെ അപ്പുറത്ത് താമസിക്കുന്ന പാപ്പച്ചൻ സാറ് ഇപ്പം പാറത്തോട്ടിലെ LP സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാറിനെ ചെന്ന് കണ്ടാൽ പകുതി വർഷത്തിലാണെങ്കിലും അഡ്മിഷനൊക്കെ ശരിയാക്കി തന്നോളും, അവിടെ എടുത്തോളും പിള്ളേരെന്ന്. അങ്ങനെ പാറത്തോട്ടിലെ സ്കൂളിൽ
അഡ്മിഷന് വേണ്ടിയിട്ട് പോവുക. അപ്പം അമ്മ അവരുടെ വീട്ടിലും പണിക്കൊക്കെ പോകുന്നതായി. കല്ലിയമ്പടമൊക്കെ കോൺട്രാക്റ്റ് കുഞ്ഞുഞ്ഞമ്മ ചേച്ചി എടുക്കുന്നതിന് പണിക്കാരിയാണ് അമ്മ. കുഞ്ഞുഞ്ഞമ്മ ചേച്ചിയുടെ കൂട്ടത്തിൽ പണിയെടുക്കുന്ന ആരോഗ്യമുള്ള സ്ത്രീകളിൽ ടോപ്പാണ് അമ്മ. അപ്പോൾ അവരുടെ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ വീടിൻ്റെ മുൻവശത്തേക്കാണ് ആ മൺവഴി എത്തിക്കുന്നത്. അവരുടെ വീട്ടിൽ വണ്ടി ഉണ്ടെന്നാണ് തോന്നുന്നത്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി കെട്ടിക്കയറേണ്ട കാര്യമില്ല. അന്നവിടെ പോയപ്പോൾ അവർക്ക് കാറുണ്ടോ അല്ലെങ്കിൽ ജീപ്പുണ്ടോ എന്നറിയത്തില്ല. കാറുണ്ടാകാൻ സാധ്യതയില്ല, അവിടെയൊക്കെ ജീപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മുൻവശത്തേക്ക് ആരും പോയല്ല, വലിയ വീടുകളല്ലേ. അപ്പോൾ പണിക്കാരും അവരുടെ ആളുകളും ഒക്കെ പുറകുവശത്തൂടെയാണ് ചെല്ലേണ്ടത്. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുക്കളയുടെ നമ്മൾ ചെല്ലുന്ന സൈഡിൽ ഒരു ചായ്പാണ്. അമ്മ ആ ചായപ്പിൽ കൂടെ ചെന്ന് മുട്ടിയപ്പോൾ ഏലിക്കുട്ടി ടീച്ചർ അതിലൂടെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇതെന്താ മേരി കാണിക്കുന്നത്, മേരി മുൻവശത്തോട് വാ, സാർ അവിടെയല്ലേ. അല്ലാതെ സാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞില്ല, ഇതിലൂടെ കയറാൻ പറ്റില്ല, മേരി മുൻപിൽ കൂടെ വന്നാൽ മതിയെന്ന്. ഒരു നല്ല തൻ്റെയുള്ള സ്ത്രീയാണ് ഏലിക്കുട്ടി ടീച്ചർ. പക്ഷെ അവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു പണിക്കാരിയായ കൂലിപ്പണിക്കാരിയായ സ്ത്രീയോട് അങ്ങനെ മുമ്പിൽ കൂടി കയറി വരാനായിട്ട് പറയേണ്ടതില്ല. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കുമ്പം അതെന്താ അങ്ങനെയല്ലല്ലോ, എല്ലാവർക്കും മുമ്പിൽ കൂടെ വരാമല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആർക്കും പറ്റിയല്ലായിരുന്നു. അവർ കുറഞ്ഞവരാന്നേരം. എന്താണെങ്കിലും ഏലിക്കുട്ടി ടീച്ചർ പറഞ്ഞ അമ്മ മുൻവശത്തോടെ ചെന്ന് അവിടെ അവരുടെ കസേരയിൽ ഇരുത്തി കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഈ സാറിന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് വേറൊരു സ്കൂളിൽ നിന്ന് ഈ പകുതി സമയത്ത് വരുന്നതെന്ന്. എന്താണെങ്കിലും അദ്ദേഹം അവിടെ ചേർക്കുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അനാഥശാലയിൽ നിന്ന് പോന്നപ്പം അവർ മേടിച്ച് തന്ന പുസ്തകങ്ങളും യൂണിഫോമും തുണികളും ഒന്നും നമുക്ക് തന്നിട്ടില്ല. പണ്ട് തുണിസഞ്ചിയിൽ കൊണ്ടുപോയതും ആ അവധിക്ക് അമ്മ വന്നപ്പോൾ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യം അറിയാതെ കാളത്തോട്ടിൽ നിന്ന് മേടിച്ച പുതിയ ഉടുപ്പുകൾ മാത്രമേ നമുക്കുള്ളൂ. പാറത്തോട്ടിൽ പിന്നെ യൂണിഫോമും ആയിട്ടില്ല, ഉച്ചഭക്ഷണവും ആയിട്ടില്ല. ഈ ട്രയലിനെടുത്ത സ്കൂളുകളിൽ പെടാത്തതൊന്നായതുകൊണ്ട് അപ്പോഴും പാറത്തോട്ടിൽ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഈ 4ാം ക്ലാസ്സിൽ പുസ്തകങ്ങൾ എനിക്ക് പാപ്പച്ചൻ സാറാണ് തരുന്നത്. അതിനുശേഷം ഈ ബുക്കും നോട്ട്ബുക്കുകളും പെൻസിലും പേനയും ഒക്കെ മേടിക്കാനായിട്ട് സാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പാറത്തോട്ടിലൊരു തോമസ് ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ലീലാമ്മ ടീച്ചറാണ്. ആ ലീലാമ്മ ടീച്ചർ സ്കൂളിലെ 2ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന. അപ്പോൾ അവരുടെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം പാപ്പച്ച സാർ പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞുള്ള ബുക്കുകളും പെൻസിലും പേനയും തന്നു. അപ്പോൾ ആ ടീച്ചർ ആ കടയിൽ തന്നെ ഉണ്ട്. അപ്പം ടീച്ചർ എനിക്കൊരു ക്യാരാമിൽക്കും തന്നു. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ മിഠായി വേണമായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ മിഠായി വേണമായിരുന്നോ എന്നുള്ളതിനകത്ത് കാര്യമില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ആ ജീവിതത്തിൽ ആദ്യം കിട്ടിയ മിഠായി അതായിരുന്നു. അതൊരു നല്ല ഓർമ്മയാണ്. ആ വർഷം അങ്ങ് തീർന്നു. ജീവിതം നോർമലായി. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആ 3 മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച് കടന്ന് വേനലവധിയൊക്കെ ആയപ്പോഴേക്കും ആ ചെമ്പരത്തി വേലിയിൽ ഒട്ടിപ്പറ്റി നിശബ്ദനായി തുറച്ചു നോക്കിക്കൊണ്ട് നിന്നിരുന്ന വിക്രമൻ്റെ രൂപം എൻ്റെ മനസ്സിൽ നിന്ന് മറഞ്ഞങ്ങ് പോയി. നമ്മൾ പിന്നെ ഓർക്കുന്നില്ല അവനെ. 5ാം ക്ലാസ്സിലേക്ക് കയറുമ്പോഴേക്കും അടുത്ത സ്കൂളാണ്. അങ്ങനെ പാറത്തോട്ടിൽ തന്നെ ഹൈസ്കൂളിലേക്ക് പോവുക. അപ്പോൾ 5ൽ ഒരു സിനോബി സിസ്റ്ററാണ് ക്ലാസ് ടീച്ചർ. അപ്പം അന്നൊരു ഷാൻറ്റിയുണ്ട്, ബിന്ദുവുണ്ട്, അമ്പിളിയുണ്ട്. അവരൊക്കെ ആയിട്ട് പഠിത്തത്തിലൊരു മത്സരവും കൂടെ അങ്ങ് ആരംഭിച്ചു. ക്ലാസ് തുടങ്ങി പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി, സിനോബി സിസ്റ്റർ ഒരു പെൺകൊച്ചിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. മഞ്ഞ നിറത്തിലുള്ള ഉടുപ്പ് മുകളിൽ എന്ന് പറഞ്ഞാൽ അടിവരെ ഇറക്കത്തിൽ ഇടുന്നത്. ഇങ്ങനെ ഫാഷനൊന്നും അല്ല, ഈ ബ്ലൗസ് പോലെ ഇറക്കത്തിൽ ഇരിക്കുന്ന ഒരു ടോപ്പ്, പിന്നെ ഒരു പാവാട ഇറക്കത്തിലിട്ടിരിക്കുന്നത്, മുട്ടിന് താഴെ നിൽക്കുന്നതും ഈ ഒരു തലമുണ്ടൊക്കെ ഇട്ട് ഒരു പെൺകുട്ടി. അപ്പോൾ അവളെ കൊണ്ടുവന്ന് ടീച്ചർ പരിചയപ്പെടുത്തി. ഇവള് സുബൈദയാണ്, ഇവളൊരു മുസ്ലിം കുട്ടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മുസ്ലിം എന്നൊന്നും പറഞ്ഞാൽ കമ്പളികണ്ടത്തോ പാറത്തോട്ടിലോ ഒന്നും ഞങ്ങളാരും കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇവളുടെ ഈ വിധാനങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും നമ്മളോർത്ത് ഇത് വേറെ ഒരു ഗ്രഹത്തിൽ നിന്ന് വരുന്നൊരു ജീവിയെ പോലെയാണ് തോന്നിയത്.
അപ്പോൾ അത്യാവശ്യം വലിപ്പം ഞങ്ങളെക്കാൾ ഇച്ചിരി കൂടുതലുള്ളൊരു കുട്ടിയായിരുന്നു. ഞാനന്നേരം ഓർത്തുകൊണ്ട് ഈ സുബൈദയ്ക്ക് ഞങ്ങളെക്കാളൊക്കെ പ്രായമുള്ള ഒരാളാണ്. എന്താണെങ്കിലും ഇവൾ ഈ പുറകുവശത്തെ ബെഞ്ചിലായിരുന്നു. ഇതിനു മുമ്പൊന്നും കണ്ട് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇവളെങ്ങാനും വന്ന് നമ്മുടെ സമ്മാനം അടിച്ചുകൊണ്ട് പോകുമോ, ഒന്നാമത് പഠിച്ചു കയറുമോ എന്നൊക്കെ ഒരു ടെൻഷനുണ്ടായിരുന്നു. എന്താണെങ്കിലും ആദ്യത്തെ ക്ലാസ് പരീക്ഷയുടെ പേപ്പർ കൊടുത്തപ്പം അവൾ ഒരു ഭീഷണിയും ആർക്കും അല്ല എന്നുള്ള രീതിയിലുള്ളൊരു മാർക്കായിരുന്നു അവൾക്ക് കിട്ടിയത്. എല്ലാവർക്കും സന്തോഷമായി. അക്കാലത്ത് LP സ്കൂളിൽ ഉച്ചഭക്ഷണമില്ല. വീട്ടിൽ നിന്ന് ഭക്ഷണം ഉച്ചക്കത്തേന് കൊടുത്തു വിട്ടുകൊണ്ടിരുന്ന ബിന്ദുവിന് മാത്രം. അവൾ കൊച്ചല്ലേ, അപ്പോൾ എപ്പോഴും ഈ കൊച്ചു പിള്ളേർക്കൊരു സ്പെഷ്യൽ പരിഗണന കിട്ടും. അപ്പോൾ അവൾക്ക് മാത്രം ചോറ് കൊടുത്തു വിടും. തലേ ദിവസം വെക്കുന്നതിൻ്റെ ഒരിത് വൈകുന്നേരം തന്നെ എടുത്ത് അതിനകത്താക്കും. ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് വിശന്നായിരിക്കുന്നത്. അപ്പോൾ ജെസ്സി അന്ന് 10ലാണ് പഠിക്കുന്നത്, ലാലി 6ലും. അപ്പോൾ ജെസ്സിക്ക് ആ വർഷം കുട കിട്ടി, ഞങ്ങൾക്ക് ആർക്കും കുടയില്ല. ഈ ജെസ്സിക്ക് കുട കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത പിടിയുള്ള അതിലൊരു സിൽവർ ബട്ടണുള്ള ഞെക്കുമ്പോൾ തെറിക്കുന്ന കുടയാണ്. ഞങ്ങൾക്കാണ് ഞെക്കുമ്പോൾ തെറിക്കാത്തത് പോലും ആയിട്ടുള്ള കുട ഉണ്ടായിരുന്നില്ല. ഈ പിള്ളേരെല്ലാം ഉച്ചയ്ക്കത്തെ ബെല്ലടിക്കുമ്പോഴേക്കും ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫ് റൂമിൻ്റെ മുമ്പിലുള്ള കുറേ പൈപ്പുകളുണ്ട്, അങ്ങോട്ട് ഓടിപ്പോയി കൈ കഴുകി അവിടെയും പരിസരത്തൊക്കെ ഇരുന്ന് കഴിക്കും. വേറെ ചില പിള്ളേർ താഴെ കണ്ടെത്തും, തോട്ടിൻ്റെ മുമ്പിലും ഒക്കെ പോയിരുന്ന കഴിക്കുന്നത്. ഞാൻ ആ ക്ലാസ്സിൽ തന്നെ ഇരിക്കും. ഈ സുബൈദ പോയി കൈ കഴുകിയേച്ച് വന്നിട്ട് ആ ക്ലാസ്സിൽ തന്നെ ഇരുന്നാണ് കഴിക്കുന്നത്. ഒരു ദിവസം ഇവളെന്നോട് ചോദിച്ചു, ഇയാൾ കഴിക്കുന്നില്ല. ഇയാളെന്നൊക്കെ നമ്മളൊരു വലിയ ആളോട് പറയുന്ന പോലെയല്ലേ പറയുന്നത്. നമ്മൾ പിള്ളേർ തമ്മിലൊക്കെ പറയുമ്പോഴേക്കും എടാ നീ കഴിക്കുന്നില്ല. സുബൈദ അങ്ങനെയല്ലായിരുന്നു സംസാരിക്കുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാറില്ല. നമ്മൾ വലിയ ഒരു വെയിൻ ഗ്ലോറി, ഒരു അഭിമാന ബോധമൊക്കെ പുതച്ച് ഇങ്ങനെ പറയും. നല്ല വിശപ്പുണ്ട്. അവളുടെ ഈ പാത്രം തുറക്കുമ്പോൾ വരുന്ന കറികളുടെയൊക്കെ മണം എന്ന് പറഞ്ഞാൽ നല്ല കൊതിയുള്ളതാണ്. പക്ഷെ നമ്മൾ എറുകണ്ണിട്ടൊക്കെ നോക്കും അവളുടെ പുറകോട്ട്. പക്ഷേ അതിന് നമുക്ക് താല്പര്യമില്ലാത്ത പോലെ വിളിക്കും. അന്നേരം താനിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കും. പോകണ്ടെന്ന് ഓർത്താൽ ഈ കറിയുടെ മണമൊക്കെ വരുമ്പോഴേക്കും നമ്മൾ നടന്ന് പുറകിൽ ചെല്ലും. എന്നിട്ട് ഈ പെങ്കൊച്ച് ഈ മെഴുക്ക് പുരട്ടിയും മീൻ വറുത്തതും ചമ്മന്തിയും ഒക്കെ കൂടി ഇങ്ങനെ എടുത്തിങ്ങനെ വെച്ചിട്ട് കുറച്ച് അതിൽ നിന്നെല്ലാം കുറേശ്ശെ എടുക്കും. എന്നിട്ട് കുറച്ച് ചോറോട് കൂട്ടി എടുത്തിങ്ങനെ ഇട്ട് താനിത് കഴിക്കുക എന്ന് പറയും. വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറയും. അത് സാരമില്ലടോ കഴിക്കുമെന്ന് പറയും. പിന്നെ നമ്മൾ അഭിമാനബോധമൊക്കെ ഈ കൊതി ഇപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിലനിൽക്കുകയില്ല. അന്നേരം തന്നെ കഴിക്കും. പിന്നെ ഇച്ചിരി കൂടി ഇട്ട് തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അതെല്ലാ ദിവസവും ഒരു ശീലമായി. ആ ദിവസം ഈ ടീച്ചറിൻ്റെയും കൊച്ചു സാറിൻ്റെയും മാത്യു സാറിൻ്റെയും നേതൃത്വത്തിൽ ഞങ്ങളെ ക്ലാസ്സിലെ പിള്ളേരെ എല്ലാവരെയും കൂടി തെള്ളിത്തോട് വഴി നടന്ന് ചിന്നാറെത്തി മങ്കുവയിലുള്ള സുബൈദയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ അതൊരു ചെറിയ വീടാണ്. ഞങ്ങളുടെ പോലെ അത്രയും വീഴാൻ പോകുന്ന വീടല്ല, വലിയ സമ്പന്നരൊന്നുമല്ല, സാധാരണ മനുഷ്യൻ. അവരുടെ ആങ്ങളെയായിരുന്നു മരിച്ചത്. ഈ സുബൈദ പുറകുവശത്തെ അവരുടെ മുറ്റത്തിൻ്റെ ഭിത്തിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയെ ചാരി ഇങ്ങനെ ഇരിക്കുക, കരയുന്നുണ്ട്.